ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരുന്നു മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണജയായിട്ട് കാണുകയാണ്. ബാലചന്ദ്രൻ്റെ മകളാണ് കൃഷ്ണജ. അപ്പോൾ കൃഷ്ണജ ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ കരയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ കൃഷ്ണജയുടെ കയ്യിലൊക്കെ പിടിക്കുകയാണ്. മോള് വിഷമിക്കേണ്ട, അച്ഛൻ ഒരു കുഴപ്പവും ഇല്ലെന്നൊക്കെ പറയുകയാണ്. നീ അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുമെന്ന് പറയണം. അപ്പോൾ നേഴ്സ് ഒരു കസേര എടുത്ത് ഇട്ട് കൊടുത്ത് കൃഷ്ണജ അവിടെ ഇരുന്ന് അവർ രണ്ടുപേര് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ 2 ദിവസം എവിടെയായിരുന്നു, എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ വിഷമിപ്പിച്ചത് എന്നൊക്കെ കൃഷ്ണജ ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല മോളെ. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഇനി കുറച്ച് മനസ്സമാധാനം സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. ഹാർട്ട് എനിക്ക് നല്ല രീതിയിൽ ഒരു പണി തന്നിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കൃഷ്ണജ പറയണം, അച്ഛൻ വിഷമിക്കേണ്ട, എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന്, അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് വരുമെന്നൊക്കെ പറയുകയാണ്. പിന്നെ അച്ഛൻ നേഴ്സിനോട് പറഞ്ഞു അമ്മയെ കാണണ്ടെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അവളെ കാണാൻ താല്പര്യമില്ല, അഥവാ കാണണമെങ്കിലും വീട്ടിൽ വന്നിട്ട് കണ്ടാൽ മതിയെന്ന് പറയുകയാണ്. അത് അമ്മയ്ക്ക് ഒരുപാട് വിഷമമായെന്ന് കൃഷ്ണജ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വരികയാണെങ്കിൽ അവളോട് വന്ന് കാണാൻ പറയും. എൻ്റെ ഈ കിടപ്പെല്ലാം എല്ലാത്തിനും കാണാൻ അവൾ ഒറ്റയിരുത്തിയാണെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. അപ്പോൾ ECG വയറെല്ലാം കുത്തിയിരുന്ന് എല്ലാം വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വളരെയധികം ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഇത് കണ്ട നേഴ്സ് ഓടി വരികയാണ്. ഒന്ന് റിലാക്സ് ചെയ്യൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ കിടത്തുകയാണ്. അപ്പോൾ കൃഷ്ണജി വളരെയധികം പേടിച്ചു പോവുകയാണ്. സോറി അച്ഛൻ, ഇനി അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറയുകയാണ്. ആ സമയം നേഴ്സ് ഒരു ഗുളിക കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൃഷ്ണജ തന്നെ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വളരെ സ്നേഹപൂർവ്വം അച്ഛനെ സമാധാനിപ്പിച്ച് കൃഷ്ണജ അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടി ആഗ്രയിൽ നിന്ന് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ ഈ അവസ്ഥയൊക്കെ അറിഞ്ഞ് അവർ വരികയാണ്. അപ്പോൾ എങ്ങനെ വൈജയന്തി ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇരിക്കുക എന്നാണ് അവരുടെ പ്രധാന ഉദ്ദേശം. കാരണം വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഭൂകമ്പങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. അപ്പോൾ തൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ടോ എന്നും കൂടി അറിഞ്ഞാൽ വളരെയധികം പ്രശ്നമാവും. നമ്മളായിരിക്കും പിന്നെ വൈജയൻ്റെ ശത്രുക്കൾ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരമൊന്നും ഉണ്ടാക്കാതെ എല്ലാ പ്രശ്നങ്ങളും ഏറെക്കുറെ സോൾവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്കിപ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകണ്ട, വീട്ടിൽ പോകാം എന്നൊക്കെ പറയുകയാണ്. കാരണം ബാലചന്ദ്രൻ എങ്ങനെ പ്രതികരിക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്നിട്ട് അവർ യാത്ര തുടരുകയാണ്. അപ്പോൾ ബബിത കൃഷ്ണജ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വിളിച്ചപ്പോൾ പോയില്ലായിരുന്നു. അപ്പോൾ ബബിത ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫോണിൽ കൂടി പറയുകയാണ്, ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ, പിന്നെ സർവൻറ്റും ഉണ്ട്, മുത്തശ്ശി കിടപ്പാണല്ലോ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് അലീന കേൾക്കുകയാണ്. അപ്പോൾ അലീന എന്നിട്ട് ഹാളിലോട്ട് വരികയാണ്. ആ സമയം ബബിത ഫോൺ കട്ട് ചെയ്യുകയാണ്. ബബിത ഇന്ന് കോളേജിൽ പോയില്ലായിരുന്നു. ഇല്ല, എനിക്ക് നല്ല സുഖമില്ല, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കൊരു ഹെൽപ്പ് വേണ്ട, ഒന്ന് പോയി തന്നാൽ മതിയെന്ന് പറയുകയാണ്. അപ്പോൾ അലീന അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമൽ വരികയാണ്, അതായത് ബബിതയുടെ കാമുകൻ. ബബിത ഓടിച്ചെന്ന് കഥവെല്ലാം തുറന്നു കൊടുത്ത് അമലിനെ പിടിച്ച് സെറ്റിയിലൊക്കെ ഇരുത്തുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ സ്നേഹസല്ലാപമായിട്ടൊക്കെ ഇരിക്കുകയാണ്, കയ്യിൽ പിടിക്കുന്നു, അങ്ങനെയൊക്കെ വളരെയധികം സ്നേഹിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ അലീന വരികയാണ്. പുള്ളിയുടെ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അലീന അപ്പുറത്ത് നിന്ന് എത്തി നോക്കുമ്പോൾ ഒരു പയ്യൻ ഇരിക്കുകയാണ്. അപ്പോൾ അലീന പെട്ടെന്ന് അവിടേക്ക് വരികയാണ്. ഇത് ആരാണ് ബബിത എന്ന് ചോദിക്കുകയാണ്. ഇത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അച്ഛനില്ലാത്ത അമ്മയില്ലാത്ത സമയത്ത് ഇങ്ങനെ ബോയ് ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നത് ശരിയാണോ? അതൊന്നും നീ എന്നെ പഠിക്കണം, നീ നിൻ്റെ കാര്യം നോക്കുന്നൊക്കെ പറഞ്ഞ് ബബിത അലീനയ്ക്ക് നേരെ ഷൗട്ട് ചെയ്യണം. നീ വേലക്കാരിയാണ്, വേലക്കാരിയുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയുകയാണ്. അത് പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് അലീന പറയുകയാണ്. എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൂടി ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്ത് ഉദ്ദേശിച്ചാണ് ഇവനെ ഇവിടെ വിളിച്ച് വരുത്തിയെന്ന് എനിക്കറിയണം. ഒരു ഉദ്ദേശവും ഇല്ല, എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച് ഇവിടെ ജീവിക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വരാൻ പറഞ്ഞു, കണ്ടു, അങ്ങനെയൊക്കെ ബബിത കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീന അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് ചെന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. മുത്തശ്ശി ഇതുപോലെയാണ് സംഭവം, ഒരു പയ്യനെ വിളിച്ച് കയറ്റിയിരിക്കുകയാണ്, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മുത്തശ്ശിക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. നീ എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് അവളോട് 2 പറയണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അലീന ചെന്ന് ബബിതയോട് പറയുകയാണ്, നിന്നെ മുത്തശ്ശി വിളിക്കുന്നു, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറയുന്നു. നീ ചെന്ന് അവിടെ പറഞ്ഞു കൊടുത്തല്ലേ എന്നൊക്കെ ചോദിക്കണം. അതേ, ഞാൻ പറഞ്ഞു. അപ്പോൾ ബബിത അമലിനോട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ മുത്തശ്ശിയെ കണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ ബബിത ദേഷ്യത്തിൽ കഥ തുറന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണം. മുത്തശ്ശി എന്നെ വിളിച്ചു, എന്താണ് കാര്യം? നീ ഏത് പയ്യനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിരിക്കുന്നത്? ഇതൊക്കെ ശരിയാണോ മോളെ എന്ന് ചോദിക്കുകയാണ്. അത് എൻ്റെ ഇഷ്ടമാണ് മുത്തശ്ശി, അത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള ആളെ വിളിച്ച് വരുത്തും, ചിലപ്പോൾ കൂടെ പോകും. അതൊക്കെ മുത്തശ്ശി അറിയുന്നത് എന്തിനാ മോളെ? ഇങ്ങനെയൊന്നും പറയരുത്, നിനക്ക് നല്ല മാർഗ്ഗം കാട്ടിത്തരേണ്ടവരാണ് നമ്മളൊക്കെ. അപ്പോൾ നീ അതിനെ എതിർത്തൊന്നും പറയരുതെന്നൊക്കെ പറയും. മുത്തശ്ശിക്ക് ഇവിടെ തിന്നാനും കുടിക്കാനൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ആ കാര്യം നോക്കി മുത്തശ്ശി ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ബബിത ഇറങ്ങി പോവുകയാണ്.
എന്നിട്ട് അമലിനോട് വന്ന് പറയുകയാണ്, വാ അമ്മ, എനിക്ക് എൻ്റെ മുറിയൊക്കെ ഒന്ന് കാണിച്ചു തരാം, മുകളിലാണ്, വരുമെന്ന് പറഞ്ഞ് സ്റ്റെപ്പ് കയറി ഉയരോട്ട് പോവുകയാണ്. അലീന ഓടി വന്നിട്ട് തടയുകയാണ്. നീ എന്തുദ്ദേശിച്ചാണ് ഒരു പയ്യനെ മുറിയിൽ വിളിച്ച് കയറ്റുന്നത്? ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ ബബിത എന്ന് പറയുകയാണ്. നിനക്ക് എന്താണ്, ഞാൻ എൻ്റെ വീട്ടിലല്ലേ, എൻ്റെ റൂമിലല്ലേ ഞാൻ കയറ്റുന്നു, അതിന് നിനക്ക് എന്താണ്, നിൻ്റെ കാര്യം നോക്കുന്നൊക്കെ പറയുകയാണ്. അതിവിടെ പറ്റില്ല ബബിത, ഇവിടെ ഞാൻ ഉള്ളപ്പോൾ ഇതൊന്നും നടക്കില്ല, ഞാൻ പോയ ശേഷം നീ എന്ത് വേണോ കാണിച്ചോ എന്നൊക്കെ അലീന പറയുകയാണ്. നീ എന്ത് ചെയ്യുന്നു, നീ എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്കൊരു പുല്ലുമില്ല എന്ന് ബബിത പറയുകയാണ്. എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ മനുവേട്ടനെ മേഡത്തിനെ വിളിക്കാമെന്ന് പറയുകയാണ്. ഇത് കേട്ടതും ബബിത അമലിനെ വിളിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ബൈക്കിൽ കയറി പുറത്തോട്ട് പോകുന്നു. എന്നിട്ട് അലീന മുത്തശ്ശിയോട് വന്ന് പറയുകയാണ്, മുത്തശ്ശി, ബബിത ആ പയ്യനെ കൊണ്ട് റൂമിൽ കയറാൻ പോയപ്പോഴത്തേക്ക് ഞാൻ തടഞ്ഞു. ആ ദേഷ്യത്തിന് അവനെ കൂട്ടി വെളിയിലോട്ട് ഇറങ്ങി പോയിരിക്കുകയാണ്. രണ്ടുപേരും കൂടി ബൈക്കിൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്നൊക്കെ പറയണം. ഞാൻ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ മുറിയിൽ കയറ്റുന്നതൊക്കെ എന്തിനാണ്, മുറിയിലെ കാഴ്ചയൊക്കെ കാണാനാണോ, എന്തിനാണ് നമുക്ക് ഊഹിക്കാമല്ലോ എന്നൊക്കെ അലീന പറയുകയാണ്. ഇത് എന്തൊരു പെണ്ണാണ് ഈശ്വര, എല്ലാ വളർത്തു ദോഷമാണെന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ കിടന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്യും, വൈജയന്തിയെ വിളിച്ച് കാര്യം പറയും. അപ്പോൾ അലീന പറയാം, ഞാൻ ഒരിക്കലും വിളിക്കില്ല, എനിക്ക് മാഡം എന്നെ വഴക്ക് പറയും, അവളുടെ ഇഷ്ടത്തിന് പോട്ടെ, അതിന് നിനക്ക് എന്താണെന്ന് എന്നെ ചോദിക്കുക, അതുകൊണ്ട് ഞാൻ വിളിക്കില്ല, എങ്കിൽ എന്നെ വിളിച്ച് തരാനായിട്ട് മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ അലീന മുത്തശ്ശിക്ക് വൈജയന്തിയെ വിളിച്ചു കൊടുക്കുകയാണ്. പക്ഷേ വൈജയന്തി എടുത്തില്ല. മുത്തശ്ശിക്ക് വളരെയധികം വിഷമമാണ് തൻ്റെ ചെറുമോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് പോകുന്നത്. ഇനി എന്താണ് മോളെ ചെയ്യേണ്ടത്, എല്ലാ വളർത്തു ദോഷമാണ്, വൈജയുടെ പിടിപ്പുകേട് തന്നെയാണ് ഇങ്ങനെയൊക്കെ മക്കൾ വഴിതെറ്റി പോകുന്നത്. രോഹിത്തിൻ്റെ കാര്യം കണ്ടില്ല, ഇപ്പോൾ ബബിത, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കരയുകയാണ്. അപ്പോൾ മുത്തശ്ശി സമാധാനിപ്പിക്കുകയാണ്. അലീന, സാരമില്ല മുത്തശ്ശി സമാധാനമായിട്ടിരിക്കുക, എല്ലാം ശരിയാകുമെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, തെളിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി തെളിക്കുക, അതേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവിടെ കിടന്ന് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വിഷമാവുകയാണ്. അപ്പോൾ ഇങ്ങനെ തൻ്റെ സഹോദരങ്ങളാണ് ബബിത, രോഹിത്തും കൃഷ്ണജ, എല്ലാവരൊക്കെ ഇങ്ങനെ ഒരു നേർവഴി അല്ലാതെ പോകുന്നതിലും അവർക്ക് അലീനയ്ക്ക് വളരെയധികം വിഷമമുണ്ട്. എന്ത് ചെയ്യാനാണ്, അവൾക്കും തടയുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നിട്ട് അലീന പറയുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് പോയാൽ മതി മുത്തശ്ശി, എനിക്ക് ഇതൊന്നും ഒന്ന് കാണണ്ടല്ലോ, എനിക്ക് ഒരു മനസ്സിന് വളരെയധികം വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അലീന ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് മുത്തശ്ശി വളരെയധികം വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ അടുക്കളയിൽ നിന്ന് അലീന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബബിത നേർവഴിയല്ല പോകുന്നത്, അവൾ എങ്ങനെയെങ്കിലും തടയണം, മനുവേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന ചിന്ത അവൾ ഇരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയായാലും തൻ്റെ സഹോദരിയല്ലേ, രോഹിത്തും കൃഷ്ണജയും ബബിതയെല്ലാം, അവരെ നേർവഴിക്ക് എന്നെ കൊണ്ടുപോകണം എന്ന ചിന്തയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. ആരോ വന്ന് അലീന ജനലിൽ കൂടി ആരാണെന്നുള്ളത് നോക്കുകയാണ്. പക്ഷേ അലീനയ്ക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായില്ല, അത് വേറെ ആരുമല്ല, ഗംഗാധരനും മാലതിയായിരുന്നു. എന്നിട്ട് അലീന ചെന്ന് കതവ് തുറക്കുകയാണ്. അപ്പോൾ മനസ്സിലായില്ല എന്ന രീതി അലീന നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്